ഈ നമ്മുടെ ട്രംപ് മച്ചമ്പി ഒരു അസനാരൂഞ്ഞാക്കാണ്. എന്താണെന്നറിയോ? വേറൊന്നും കൊണ്ടല്ല. ഈ ചില വീടുകളിൽ ഈ ഭർത്താക്കന്മാർ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പം ചിലപ്പോൾ വസ്തു വിറ്റ് പോവുകയോ അല്ലെങ്കിൽ അയലത്ത് വീട്ടിൽ ചെന്ന് അയൽവഴക്കുണ്ടാക്കി 2 അടി വാങ്ങിച്ചുകൊണ്ട് വരികയോ ഒക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ വന്നിട്ട് ഈ അടി കിട്ടിക്കഴിഞ്ഞ് ഭാര്യയോട് പറയും, നീ ഒറ്റ ഒരാളാണ് എനിക്ക് അടി വാങ്ങിച്ചു തന്നെ, ഞാനിവിടെ സമാധാനമായിട്ട് നിന്നതായിരുന്നു, നിന്നോട് ഞാൻ പലവട്ടം ചോദിച്ചില്ലയോ അപ്പുറത്തെ വീട്ടുകാരുമായിട്ട് വഴക്കിന് പോകണമെന്ന്, അപ്പോൾ നീ അല്ലയോ പറഞ്ഞ വഴക്കിന് പോകത്തില്ലേ, കൊള്ളത്തില്ല, പോയി 2 കൊടുത്തിട്ട് വന്ന്. അങ്ങനെ കൊടുക്കാൻ പോയപ്പോഴല്ലേ എനിക്ക് അടി കിട്ടിയത്. ഇത് പറഞ്ഞത് അസനാരൂഞ്ഞാക്കല്ല, വലിയ ലോകത്തെ മഹാപോലീസിൻ്റെ മേധാവി നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാണ്. മെഫിസിലെ ഒരു പോലീസ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ പീറ്റർ ബ്രെയിൻ ഹെക്സിത്ത് എന്ന് പറയുന്ന 46 വയസ്സുകാരനായ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഡിഫൻസ് സെക്രട്ടറിയോട് മുഖത്ത് നോക്കി പറയുകയാണ്, നിങ്ങളാണ് ഇത് ചെയ്യാൻ പറഞ്ഞത്, ഞാൻ അത് കേട്ട് ചെയ്തു, അതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഇത് വിജയിച്ച് അവസാനിക്കുന്ന യുദ്ധമായിരുന്നെങ്കിൽ ട്രംപ് പറഞ്ഞേനെ, ഇതിൻ്റെ എല്ലാ ഉത്തരവാദി ഞാനാണ്, ഞാനിതെല്ലാം നേടിയേനെ, ഞാനിതെല്ലാം സ്വന്തമാക്കി, എൻ്റെ മാത്രം കഴിവാണെന്ന് പറഞ്ഞേനെ. ഇപ്പോൾ അടിയും കൊണ്ട് പുളിയും കുടിച്ച് നിക്കറും കീറി നിൽക്കുന്നത് കൊണ്ട് പീറ്റർ ബ്രെയിൻ ഹെക്സിത്തിനോട് പറയുകയാണ്, നിങ്ങൾ ഒറ്റ ഒരാളാണ് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞത്, പൊയ്ക്കോളാൻ പറഞ്ഞു, അടിച്ചോളാൻ പറഞ്ഞു, ഞാൻ പോയി അടിച്ചു, അതല്ലേ സംഭവിച്ചതെന്ന്. ആരായി പീറ്റർ ബ്രെയിൻ ഹെക്സിത്ത്? വെറും 46 വയസ്സുള്ള ഒരു ടെലിവിഷൻ സെലിബ്രിറ്റി ആയിരുന്നു. നമ്മുടെ നാട്ടിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാഡത്തെ പോലെ ഒരു ടെലിവിഷൻ സെലിബ്രിറ്റി ആയിരുന്ന ഈ പീറ്റർ ബ്രെയിൻ ഹെക്സിത്ത് എന്ന് പറയുന്ന ആൾ പറഞ്ഞു കേട്ടാണത്രേ ഏത് യുദ്ധം നടത്തിയത്, ഈ ഇറാൻ അധിനിവേശം നടത്തിയത്, ഖാംനെയിയെ കൊന്നത്, 160 കുഞ്ഞുങ്ങളെ ബോംബ് വെച്ച് തകർത്തതിൻ്റെ എല്ലാം ഉത്തരവാദി ആരാണെന്നാണ് ട്രംപ് പറയുന്നത്? ഈ പീറ്റർ ബ്രെയിൻ ഹെക്സിത്താണെന്നാണ് പറയുന്നത്. വല്ല നാണമുണ്ടോ പറയാൻ? വല്ല നാണമുണ്ടോ? ഇയാൾക്കൊക്കെ ജയ് വിളിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഞാൻ അവരെക്കുറിച്ച് ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുക. ഇയാൾ വിളിച്ചെന്നും പറഞ്ഞാണ് നമ്മുടെ പ്രധാനമന്ത്രി വലിയ വാർത്ത കൊടുത്തത്. ഡൊണാൾഡ് ട്രംപ് വിളിച്ചു എന്ന് പറഞ്ഞു. ഇതുപോലൊരു ഒരു പപ്പറ്റ് അല്ലെങ്കിൽ ഒരു കാശിനും കൊള്ളാത്ത ഒരാൾ ഒരു കസേരയിൽ കയറിയിരുന്ന് പറയുക, ഡിഫൻസ് സെക്രട്ടറിയാണ് എന്നോട് പറഞ്ഞത് അടിച്ചോളാൻ, അതുകൊണ്ടാണ് ഞാൻ കയറി അടിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണം. സംഗതിയുടെ കിടപ്പെവിടാ? ഇപ്പോൾ അടി മാത്രം നടന്നുകൊണ്ടിരിക്കുക. ഏകപക്ഷീയമായിട്ട് അടിക്കുക ഇറാൻ. ഇങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം അതുപോലെ തിരിച്ചു കൊണ്ടിട്ട് കൊടുക്കുക, അതിൻ്റെ ഇരട്ടിയോളം. ചർച്ച നടക്കുന്നു, ഹോർമിസ് കടലെടുക്കുക നമുക്കൂടെ തുറന്നു തരും എന്നൊക്കെ പറയുന്നതല്ലാതെ അതിൻ്റെ മീഡിയേഷനെ സംബന്ധിച്ച് ആരും ഒരു ഉറപ്പും പറയുന്നില്ല. അതെല്ലാം ഏകപക്ഷീയമാണെന്നാണ് ഇറാൻ്റെ സ്റ്റാൻഡ്. വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ്. യുദ്ധം നടത്തി കുറേ മനുഷ്യരെ കൊന്നു, അടിയും വാങ്ങിച്ച് പുളിയും കുടിച്ചിട്ട് പറയുകയാണ് താൻ പറയുന്ന കേട്ടാണ്. ആകെ ട്രംപിനോടൊപ്പം ഈ യുദ്ധത്തിന് പൂർണ്ണമായി നിന്നത് ഈ പീറ്റർ ബ്രെയിൻ ഹെക്സിത്ത് മാത്രമേ ഉള്ളൂ. കാരണം വേറൊരു റേഞ്ചും വെച്ചല്ല. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി പഠിച്ച ശേഷം കുറച്ചു കാലം എങ്ങാണ്ട് ഒരു കമ്മീഷൻ്റെ ഓഫീസറായി വർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് അദ്ദേഹം ഫോക്സ് ന്യൂസിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ആയിരുന്നു. ഇദ്ദേഹത്തിന് ഇലക്ഷൻ സമയത്ത് ഹൈപ്പൊക്കെ കൊടുത്തതുകൊണ്ട് പുള്ളിയെ പിടിച്ച് ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്തു. അവിടെ ഒരു പ്രത്യേകതരം സംഗതിയാണല്ലോ. അല്ല നമ്മുടെ നാട്ടിലെ പോലെ IAS സിവിൽ സർവീസ് കേഡറും അതിലൂടെ കയറി വന്നതൊന്നുമല്ല. പുള്ളിയെ പിടിച്ച് ആ പോസ്റ്റിലേക്ക് അങ്ങ് നമ്മുടെ ഇവിടുത്തെ മന്ത്രിമാരെ പോലെ അയാളെയാണ് പിടിച്ച് ഡിഫൻസ് സെക്രട്ടറി ആക്കി എന്ന് പറഞ്ഞാൽ പ്രതിരോധ മന്ത്രിയാക്കുന്നത് പോലെ. പുള്ളിയോട് ചോദിച്ച് അടിക്കട്ടെ അളിയാന്ന്, അളിയാന്ന് പറഞ്ഞ് അളിയാണിനെ അടിക്കാൻ അങ്ങ് പോയി. അളിയന് അടിയും കൊണ്ട് പുളിയും കുടിച്ച് എല്ലാം വന്ന് ആ റെഡിയായി നിൽപ്പുണ്ട്. നമ്മളില്ലേ യോധയിൽ പറയുന്ന പോലെ ദാണ്ടെ തോറ്റ് തുന്നം പാടി വന്ന് നിൽക്കുന്ന നിൻ്റെ മാൻ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് സാക്ഷാൽ ട്രംപ് മച്ചമ്പി.